സ്വീകരണം സംഘടിപ്പിക്കുവാൻ അത് ഏറ്റുവാങ്ങാനുമുള്ള സൗഭാഗ്യം എന്ന് പറയുന്നത് അത് മൻസൂറിന്റെ കളങ്കമറ്റ പ്രവർത്തനത്തിന്റെ പരിസ്ഫുരണമാണ് എന്നാണ് ഒരുപാട് ഇതിനെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. മൻസൂർ പാറക്കലിന് നല്ല യൗവനമാണ്, യഥാർത്ഥത്തിൽ യൗവനത്തിലൂടെ കടന്നു പോവുകയാണ്. ഇനിയും അദ്ദേഹത്തിന് ധാരാളം ചെയ്യാൻ കഴിയും. നമ്മുടെ പ്രദേശത്ത് കിടത്തികൾ ഇവിടെ വളർന്ന് പഠിച്ചു വന്ന കുട്ടിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും തന്റെ പ്രദേശത്തുള്ള ആളുകൾക്ക് തന്നെ കഴിയുന്ന സേവനങ്ങൾ ചെയ്യാൻ ഇത്തരത്തിലുള്ള സ്വീകരണവും ഇടപെടലും ക്ലബുകളും സഹായിക്കും. അങ്ങനെ മൻസൂർ പാറക്കലിന് ചെയ്യാൻ കഴിയട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. തീർച്ചയായിട്ടും ഞാനിവിടെ പങ്കെടുക്കുന്നത് കേരളായി CPI-എമ്മിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ പ്രതിനിധിയായിട്ട് കൂടിയാണ്. എന്റെ പാർട്ടിയും ഞാനും 1000 അഭിനന്ദനത്തിന്റെ പൂച്ചകളും ഏർപ്പെടാനുള്ള സൗഭാഗ്യവും ഉണ്ടാകട്ടെ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എന്റെ സ്നേഹ അഭിവാദനങ്ങൾ. താങ്ക് യു. ഏതൊരു പരിപാടിക്കും പ്രോട്ടോകോൾ അനുസരിച്ച് അധ്യക്ഷനും ഉദ്ഘാടകനുമാണ് ആദ്യം പറയുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ആ പ്രോട്ടോകോൾ തെറ്റിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യയുടെ സ്ഥാപനപരനായിട്ടുള്ള നമ്മുടെ കേരളയുടെ അഭിമാനമായിട്ടുള്ള മൻസൂറിന് ആണ് ഞാൻ ആദ്യം ആശംസ അർപ്പിക്കാൻ വേണ്ടി സമയമെടുക്കുന്നത്. അതുപോലെ ഈ പരിപാടി അധ്യക്ഷനായിട്ടുള്ള കബീർ, ഈ പരിപാടിയുടെ ഉദ്ഘാടകർ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വർഷകാലാണ്, കർക്കിടമാസം തുടങ്ങാണ്. പക്ഷെ ഇന്നത്തെ ചൂട് ഏകദേശം 29 ഡിഗ്രിയാണ്. ഈ ചൂടിന് നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോ നമുക്കത് സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഏകദേശം 50 ഡിഗ്രിയോളം ചൂടില് ഉത്തരേന്ത്യയിൽ ആ ചൂടിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് നമ്മുടെ ആദരണീയനായിട്ടുള്ള മൻസൂർ. ഓരോ പട്ടാളക്കാരുടെയും ജീവിതം നമുക്കറിയാം. നമ്മൾ ഈ സമയത്ത് AC ഇടുകയാണെങ്കിൽ അതൊരു 18 മുതൽ അങ്ങോട്ടാണ്. എന്നാൽ -5-6 ഡിഗ്രിയുള്ള തണുപ്പിൽ മനുഷ്യന്റെ ശരീരഭാഗം പുറത്തേക്ക് കണ്ടാൽ കുഷ്ഠരോഗികളെ പോലെ വിരലുകളൊക്കെ മുറിഞ്ഞു പോകുന്ന തണുപ്പിൽ ഈ രാജ്യത്തിന് വേണ്ടി കാവൽ നിൽക്കുന്ന പട്ടാളക്കാരെ, നമ്മൾ മലയാളികൾ പൊതുവെ പട്ടാളക്കാരെ ഇവിടെ സാംസ്കാരിക നായകരെന്ന് പറയുന്ന കലാകാരന്മാരെയും സിനിമാ ഫീൽഡിലുള്ളവരെയും എഴുത്തുകാരെയൊക്കെയാണ്. പക്ഷെ ഏതൊരു കഥയിലെടുത്ത് നോക്കിയാലും ഏതൊരു സിനിമയിലെടുത്ത് നോക്കിയാലും പട്ടാളക്കാരെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒരു കോമാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ പട്ടാളക്കാരെ കാണുന്നത്. അതല്ല, പട്ടാളക്കാരനെ ആ രീതിയിലല്ല കാണേണ്ടതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ക്ലബ് മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ. ഇദ്ദേഹത്തിന്റെ ജവാപ്പാന്റെ മകൻ ലീവിൽ വന്ന സമയത്താണ് നമ്മളെ നെടുങ്കയത്ത് നമ്മളെ കേരള റേഞ്ചിൽ വെച്ചിട്ട് മാവോയിസ്റ്റുകൾ വെടികൊണ്ട് മരിച്ചത്. അന്ന് ഇവൻ പള്ളി പഠിക്കലല്ല ഉണ്ട്. ആ സമയത്ത് അവിടെ വന്നിട്ട് മാവോയിസ്റ്റുകളെ വെടിവെച്ചു കൊന്നതിനെ പറ്റി വളരെ മോശമായ പരിപാടിയായിപ്പോയി എന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് ആളുകളോട് ഇയാൾ പറയണ്ടായി. അതായത് അവരുടെ ബറ്റാലിയനിൽ നിന്ന് ലീവിന് പോകുന്നതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ബറ്റാലിയനിലുള്ള ആളുകളെ മാവോയിസ്റ്റുകളെ പിടിച്ചുകൊണ്ടുപോയിട്ട് നമ്മൾ കറിക്ക് പച്ചക്കറി അരിയുന്നത് പോലെ ജീവനോടെ കാൽവരല് മുതല് വെട്ടി നുറുക്കി അവസാനം മരിക്കാൻ പാടുള്ള രീതിയിൽ വെട്ടി നുറുക്കിക്കൊന്ന 24 പട്ടാളക്കാർ. ആ പട്ടാളക്കാരുടെ ബറ്റാലിയനിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന്റെ എളാപ്പയുടെ മകൻ. അന്ന് ലീവിൽ വന്നുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ഇത് ചെയ്തത് മാവോയിസ്റ്റുകളാണ്. അതേ മാവോയിസ്റ്റുകളെ ഇവിടെ വെടിവെച്ചു വന്നപ്പോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകളുണ്ടായി. നമ്മുടെ നാടിനു വേണ്ടി തോക്കെടുത്ത് ജീവൻ പണയം വെച്ച് പോരാടുന്ന നമ്മുടെ പട്ടാളക്കാരെ അവർക്കെതിരായിട്ട് അവരെ പിന്നിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് മുന്നിൽ നിന്ന് അവരെ യുദ്ധം ചെയ്യുമ്പോൾ അവരെ പിന്നിൽ നിന്ന് അവരെ വെടിവെക്കുന്ന, അവരെ ഒറ്റുകൊടുക്കുന്ന ഒരു സമൂഹം പോലും നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരവസ്ഥയിൽ എത്ര കണ്ട് ജീവൻ പണയം വെച്ചാണ് ഇവർ പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഓരോ പട്ടാളക്കാരുടെയും ജീവിതം
ഇന്ന് അദ്ദേഹത്തിന് ഇവിടെ സ്വീകരണം കൊടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ആ കുടുംബം ഇവിടെ ഇരിക്കുമ്പോൾ അത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഞാൻ ബാപ്പാനെ ഒന്ന് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് എനിക്ക് കണ്ണു നടന്നുപോയി. അത്ര കണ്ട് അഭിമാനിക്കാവുന്ന ഉത്തരേന്ത്യയിൽ നമ്മൾ ട്രെയിനുകളിൽ കാണുന്നുണ്ട്. ഉത്തരേന്ത്യയിലൊക്കെ ഒരു പട്ടാളക്കാരൻ തിരിച്ചു വരുമ്പോ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് പൂവ് തേറി കൊടുക്കുകയാണ് നടക്കുന്ന വഴിയിൽ. വീട്ടിൽ കൊണ്ടുവന്ന് സ്വീകരിച്ച് കയറ്റുന്ന ഒരു അവസ്ഥ ഉണ്ട് ആ നാട്ടിലെ മുഴുവൻ ആളുകളും കൂടിയിട്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പട്ടാളക്കാരെ കോമാളിയായി കാണുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുന്നു. ഇത്രയും ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ പുള്ളിയിൽ വെച്ചിട്ടൊരു സ്വീകരണം ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ. അപ്പൊ കേരളായി പഞ്ചായത്തിൽ ഇതേപോലുള്ള അഭിമാനകരമായ നിമിഷങ്ങൾ അതിലൊക്കെ നമുക്കും പങ്കെടുക്കാൻ പറ്റുക, ഇവരുടെയൊക്കെ നാട്ടുകാരായി ഇവരെയൊക്കെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം. അതുപോലെ തന്നെ ഇവിടെ നാസറൊക്കെ സൂചിപ്പിച്ചു, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് വളരെ മോശമായ ഒരു തലമുറ വളർന്നു വരുന്ന കാലഘട്ടത്തിൽ ഇനിയുള്ള ശിഷ്ടകാലം ഇവരുടെയൊക്കെ ജീവിതം മാതൃകയായി കണ്ട് നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരാൻ ഇതൊക്കെ ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവരുടെ കുടുംബത്തിനും വിജയത്തിനും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ച ക്ലബിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.